യൂറോപ്പിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് പങ്കെടുക്കുന്ന ഗംഭീരമായിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാമാണ് ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പേര് ഇറാസ്മസ് എന്നാണ്. ഇറാസ്മസ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് സ്കോളർഷിപ്പുകളാണ്. അതായത് 8 മുതൽ 12ഓളം വരുന്ന സ്കോളർഷിപ്പ് പ്രോഗ്രാംസ് ആണ്. ഓരോന്നും ഓരോ പെർട്ടിക്കുലർ ആവശ്യങ്ങൾക്കുള്ളതാണ്. ചിലത് നിങ്ങൾക്ക് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നതാണെങ്കിൽ മറ്റൊരു സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസ് കവർ ചെയ്യാനുള്ളതാണ്. ചിലത് ഫ്ലൈറ്റ് ടിക്കറ്റ് കവർ ചെയ്യുന്നതാണ്. എന്നിങ്ങനെ സെറ്റ് ഓഫ് സ്കോളർഷിപ്പിൽ പെടുന്നതാണ് ഇറാസ്മസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയ യൂറോപ്യൻ രാജ്യത്താണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പബ്ലിക് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കൂടിയും അവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റഡ് ആണ് എന്നൊരു കൺസേൺ കുട്ടികൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഇറാസ്മസ് എന്ന് പറയുന്ന സ്കോളർഷിപ്പിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ആദ്യ സെമസ്റ്റർ കഴിഞ്ഞ ശേഷം ആ ഇറാസ്മസിൽ പങ്കെടുക്കുന്ന മറ്റൊരു രാജ്യത്തെ മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് ഫ്ലൈ ചെയ്യാം. അതായത് നിങ്ങളുടെ പ്രോഗ്രാം ഓഫർ ചെയ്യുന്ന ഇറാസ്മസിൽ പങ്കെടുക്കുന്ന മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റീസിലേക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോയി പഠിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ലാറ്റ്വിയയിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞാൽ ഡെൻമാർക്കിലോ സ്വീഡനിലോ ഫിൻലാൻഡിലോ നോർവേയിലോ ഒക്കെ തന്നെ പോയി പഠിക്കാം, പ്രൊവൈഡഡ് ആ യൂണിവേഴ്സിറ്റികളും ഇറാസ്മസിൽ പങ്കെടുക്കണം. നിങ്ങൾ എടുത്ത പ്രോഗ്രാമും കൂടെ ആ യൂണിവേഴ്സിറ്റിയിൽ ഓഫർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് യൂറോപ്പിലെ എത്ര ചെറിയ ഒരു രാജ്യത്ത് നിങ്ങൾ പോയി പഠിച്ചാലും നിങ്ങൾക്ക് വലിയ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പിന്നീട് മൂവ് ചെയ്യാനും അവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യാനും പറ്റും എന്നർത്ഥം. അപ്പോൾ ഒരിക്കലും ചെറിയ രാജ്യത്ത് വന്ന് പെട്ടു എന്നാലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഈ സ്കോളർഷിപ്പ് വഴി സുഖമായിട്ട് അനേകം യൂറോപ്യൻ രാജ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്നർത്ഥം.